നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ സമയം കളയുന്നില്ല. ആദ്യത്തെ ചോദ്യം, ഫോർ ദ AP A1, A2, A3, etc. if A4 by A7 is equal to 2 by 3, find A6 by A8. ഈ AP എന്ന് പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഏകദേശം എല്ലാവരും റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് വീണ്ടും ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ 4th ടേമാണ് A4 എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, 7th ടേമാണ് A7. അതിന് റേഷ്യോ തന്നിട്ടുണ്ട് 2/3 ആണ്. സോ A4 എന്ന് പറയുമ്പോൾ നോർമലി നമുക്കൊരു ഫോർമുല അറിയാം, AN is equal to A plus N minus 1 into D. 10th ടേം ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇത്. ഇതൊന്നും ഇനി അറിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ 4th ടേം എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? A4 is equal to A plus 4 minus 1 into D. അതായത് A പ്ലസ് സിമ്പിളായി പറഞ്ഞാൽ 3D. ഓക്കെ, അങ്ങനെയാണ് A7 നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? A7 ഈസ് ഈക്വൽ ടു A പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു D. അതായത് A പ്ലസ് 6D. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്കത് ഈക്വൽ ടു 2/3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് A പ്ലസ് 3D ബൈ A പ്ലസ് 6D. ഒന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. A4 A7 അതിന് A പ്ലസ് 3D A പ്ലസ് 6D എന്ന് എഴുതി, ഈക്വൽ ടു 2/3. നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു A പ്ലസ് 3D ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു A പ്ലസ് 6D എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? 3 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ 3A, 3 ഇൻറ്റു 3D എന്ന് പറഞ്ഞാൽ 9D, 2 ഇൻറ്റു A 2A, 2 ഇൻറ്റു 6 12D. ഇനി നമുക്ക് എനും എനും ഒരേ സൈഡിലേക്ക് എടുക്കാം, ഡിയും ഡിയും ഒരേ സൈഡിലേക്ക് പോട്ടെ. ഓക്കെ, അപ്പോൾ 3A, ഈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യാൻ മറക്കരുത്, മൈനസ് 2A. പിന്നെ 12D ഈ പ്ലസ് 9D റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 9D ആവും. സോ 3A മൈനസ് 2A വിൽ ബി A അല്ലേ. A ഈസ് ഈക്വൽ ടു 3D. 12 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്ത് 3D. ചുരുക്കി പറഞ്ഞാൽ A നിങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് 3D വെച്ചിട്ട് അതിൽ റീപ്ലേസ് ചെയ്യാം. അതാണ് നമുക്ക് ഇക്വേഷൻ 1. ഓക്കെ, നമുക്ക് എന്താണ് ചെയ്യാൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? A6/A8 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഒന്നുകൂടെ മാറ്റി എഴുതാം. A6 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A പ്ലസ് 5D, ബിക്കോസ് A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. അതേ രീതിയിൽ 6D ആണെങ്കിൽ സിക്സ്ത് ടേം ആണെങ്കിൽ A പ്ലസ് 5D എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യും. അതേപോലെ A8 ആണെങ്കിൽ A പ്ലസ് 7D എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഇനി എനിക്ക് എക്ക് പകരം 3Dയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ ഞാനൊന്ന് മാറ്റി എഴുതിക്കോട്ടെ. 3D പ്ലസ് 5D ഡിവൈഡഡ് ബൈ എക്ക് പകരം 3D പ്ലസ് 7D. ചുരുക്കി പറഞ്ഞാൽ AD ബൈ 10D. D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വന്ന സ്ഥിതിക്ക് ഡിയും ഡിയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ റേഷ്യോ കിട്ടിയില്ലേ? 8/10. A6/A8 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ചെന്ന് എത്തിയ നോക്കി 8/10 എന്ന് വെച്ചാൽ അതാണ് റേഷ്യോ. അപ്പോൾ A6/A8 ഈസ് ഈക്വൽ ടു 8/10. സോ 2 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ചാപ്റ്റർ എന്നാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. സോൾവ് ദ ഇക്വേഷൻ ഫോർ x സ്ക്വയർ മൈനസ് 2ax മൈനസ് 4b സ്ക്വയർ മൈനസ് a സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതൊന്നും കണ്ട് ഞെട്ടണ്ട. അത് നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കും. ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, ബ്രാക്കറ്റിന് ഒഴിവാക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2ax മൈനസ് സൈൻ ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ മൈനസ് 4b സ്ക്വയർ ആവും. അതേപോലെ മൈനസ് ഓഫ് മൈനസ് എപ്പോഴും പ്ലസ് a സ്ക്വയർ ആവും. ഒന്നും ചെയ്തിട്ടില്ല, ഒന്ന് ബ്രാക്കറ്റ് റിമൂവ് ചെയ്തതേ ഉള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആൻസറും തെറ്റും. അതുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സൈനിൽ മിസ്റ്റേക്ക് വരാതെ നോക്കണം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എഴുതി കഴിഞ്ഞു. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. കാരണം എവിടെയെങ്കിലും നമുക്ക് എന്താ പറയുക ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടോ 2ax ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു a സ്ക്വയർ ഉണ്ട്. സോ അതിനൊന്ന് റീഅറേഞ്ച് ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് a സ്ക്വയർ. ഒന്നും ചെയ്തില്ല, a സ്ക്വയറിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, 4b സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഒന്ന് അവരുടെ സ്ഥലം ഒന്ന് മാറ്റി കൊടുത്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി എന്തിനാ അത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇപ്പം നോക്കിയേ, ഇത് എവിടെയെങ്കിലും പരിചയമുണ്ടോ? a മൈനസ് b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ കാണുന്നത്. ആ ഫോർമാറ്റിലേക്ക് എഴുതാൻ വേണ്ടി മാത്രമാണ് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് a സ്ക്വയർ. ഓക്കെ, അത് എഴുതി. മൈനസ്
4b² എനിക്ക് 2b ഹോൾ സ്ക്വയർ എഴുതി കൂടെ, കാരണം 2ന്റെ സ്ക്വയർ ആണ് 4, bന്റെ സ്ക്വയർ ആണ് b². ഓക്കെ, ഇനി ഇതെന്തിനാ ചെയ്തത്? ഇപ്പം നിങ്ങൾക്ക് എഗെയിൻ വേറൊരു ഐഡന്റിറ്റി കിട്ടുവാണ്. ഇത് a² - b² ഫോർമാറ്റിലുള്ളത്. അപ്പം എന്തായിരുന്നു a² - b²? a + b, a - b അല്ലേ? സോ അതിലേക്ക് മാറ്റി എഴുതാണ്. ഇവിടെ ഇപ്പം എന്റെ പൊസിഷനിൽ ആരാണുള്ളത്? x - a ആണുള്ളത്. ബിന്റെ പൊസിഷനിൽ ആരാണുള്ളത്? 2b ആണുള്ളത്. നമ്മുടെ ഐഡന്റിറ്റി എന്തായിരുന്നു? a² - b² = a + b, a - b. അങ്ങനെയാണ് ഇതൊന്ന് മാറ്റി എഴുതുമ്പോൾ എന്താ വരിക? x - a + 2b. അതായത് എന്റെ പൊസിഷനിൽ x - a എഴുതി, പ്ലസ് ബി എന്നായതുകൊണ്ട് പ്ലസ് ബിന്റെ പൊസിഷനിൽ 2b എഴുതി. ഓക്കെ, അടുത്തത് a - b എന്ന് പറയുമ്പോൾ സെയിം വാല്യൂ, പക്ഷെ മൈനസ് ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് 2 റൂട്ട് കിട്ടി, അതായത് 2 വാല്യൂ എക്സിനുള്ള 2 വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ പാർട്ട് ഇതാ എടുക്കുന്നെങ്കിൽ x - a + 2b = 0. അങ്ങനെയാണെങ്കിൽ x = എന്ത് വരും? എല്ലാം റൈറ്റ് സൈഡിലേക്ക് പോട്ടെ. അപ്പോൾ a - 2b ഒരു ഓപ്ഷൻ കിട്ടി, എക്സിനുള്ള ഒരു ചാൻസ് കിട്ടി. ഇനി അടുത്ത് ഇതിനൊന്ന് ചെയ്ത് നോക്കാം. x - a - 2b = 0 ആണെങ്കിൽ x = എന്ത് വരും? എല്ലാം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ a + 2b. അപ്പോൾ കണ്ടോ, എക്സിന് നിങ്ങൾക്ക് 2 വാല്യൂ കിട്ടി, ഒന്ന് a - 2b, ഒന്ന് a + 2b. സോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കേട്ടിട്ട് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒന്ന് റീഅറേഞ്ച് മാത്രം ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തേതിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് പോളിനോമിയൽസിന്റെ ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. If alpha and beta are zeros of 4x² + 3x + 7, then find the value of 1/alpha + 1/beta. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആദ്യം നിങ്ങൾ അറിയണം സം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സമ്മിനൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആൽഫ + ബീറ്റ, ആ 2 റൂട്ടും തമ്മിൽ ആഡ് ചെയ്താൽ -b/a ആയിരിക്കും. -b/a എന്ന് പറയുന്നത് ഇതിന്റെ പൊസിഷനാണ്, a b c കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പം ആൽഫ ബീറ്റയ്ക്ക് മറ്റൊരു ഫോർമുലയുണ്ട്, c/a. ഈ ഫോർമുലയൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്തേക്കണം, ഇനി ചെയ്യാൻ സമയമില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടെ ഓർമ്മിക്കാം. ഓക്കെ, സോ അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് 1/alpha + 1/beta ആണ്. അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം LCM ഒക്കെ എടുത്ത് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. ആൽഫ ബീറ്റ എടുത്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബീറ്റ + ആൽഫ അല്ലെങ്കിൽ ആൽഫ + ബീറ്റ എങ്ങനെ വേണം നിങ്ങൾക്ക് എഴുതാം. ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഫോർമുല വെച്ചൊന്ന് ഫൈൻഡ് ചെയ്യാം. നിങ്ങളുടെ ഇക്വേഷൻ നോക്കിയേ, 4x² + 3x + 7 ആണ്. അങ്ങനെയാണെങ്കിൽ സം അഥവാ ആൽഫ + ബീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? -b/a ആണ്. ഇവിടെ ബിന്റെ പൊസിഷനിലത് 3 ആണ്. സോ -3/a എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഏതായിരുന്നു? x² കോഎഫിഷ്യന്റ് ആണ് 4. ഓക്കെ, അത് കിട്ടി. ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a ആണ്. c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് 7/x² കോഎഫിഷ്യന്റ് അഗെയിൻ 4 തന്നെ, 7/4. ഓക്കെ ആണോ? ഇനിയൊന്നും ചെയ്യാനില്ല, ഈ വാല്യൂ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൽഫ + ബീറ്റ എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മൾ -3/4 പ്ലേസ് ചെയ്യുന്നു. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 7/4 പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണ് റെസിപ്രോക്കൽ എടുത്ത് സിമ്പിൾ ആയിട്ട് എനിക്ക് 4 ഉം 4 അങ്ങോട്ട് ക്യാൻസൽ ആവും. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും? -3/7. 2 മാർക്സ് കിട്ടിയേ. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്നാണ്. ഓക്കെ, the LCM of two numbers is 9 times their HCF. The sum of LCM and HCM is 500. Find HCF. ഓക്കെ, അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയും, വേഗം വായിച്ചു പെട്ടെന്നൊന്നും മനസ്സിലായി വരില്ല. അപ്പം എന്തായാലും LCM അവർ തന്നിട്ടുള്ള കണ്ടീഷൻ, LCM എന്ന് പറയുന്നത് HCFന്റെ 9 ടൈംസ് കൂടുതലാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ HCF x ആയിട്ട് എടുത്തോ. അങ്ങനെയാണെങ്കിൽ LCM എന്തായിരിക്കും? 9x ആണ്. ഇനി അവർ തന്നിട്ടുണ്ട്, അതിന്റെ സമ്മും കൂടെ തന്നിട്ടുണ്ട്. അതായത് x + 9x = 500. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 10x = 500. Therefore x = 500/10 which is equal to 50. കഴിഞ്ഞു. ആരായിരുന്നു x? HCF ആയിരുന്നു. സോ HCF ആണ് നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഒരു കണ്ടീഷൻ വെച്ചു, അതായത് LCM HCFനേക്കാൾ 9 ഇരട്ടിയാണ് എന്നുള്ളതൊരു കണ്ടീഷൻ മാത്രം വെച്ചു. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ഒന്നും കണ്ടു പേടിക്കേണ്ട, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ തീർക്കാം.